Hey dear friends, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇമേജ് മെനുവിലെ ഫോട്ടോഷോപ്പ് 2020 ഇമേജ് മെനുവിലെ ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ്. ഇമേജ് മെനുവിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് മോഡാണ്. മോഡ് മീൻസ് അതിൻ്റെ കളർ മോഡ്സുമായി ബന്ധപ്പെടുത്തിയ ആ ഒരു ഇമേജിൻ്റെ മോഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. നമുക്ക് ഫോട്ടോഷോപ്പിൽ ഉണ്ടാകുന്ന കുറച്ച് കളർ മോഡ്സ് എന്ന് പറയുന്നത് ഗ്രേ സ്കെയിൽ, അതേപോലെ തന്നെ ബിറ്റ് മാപ്പ്, ടു ടോൺ ആൻഡ് ഇൻഡെക്സഡ് കളേഴ്സ്, RGB കളർ, CMYK കളർ, ലാബ് കളർ, മൾട്ടി ചാനൽ എന്ന് പറഞ്ഞിട്ട് ഇത്രയും കളർ മോഡ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് RGB കളേഴ്സ് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കളറാണെന്നുണ്ടെങ്കിൽ CMYK മോഡ് എന്ന് പറയുന്നത് സാധാരണ നമുക്ക് നമ്മൾ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കളർ മോഡിലേക്കാണ് നമ്മൾ കൊടുക്കുക. കാരണം അതിൻ്റെ പിന്നിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഈ ഒരു മോഡിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതിൽ സിയാൻ, മജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്കിന് സാധാരണ യൂസ് ചെയ്യുന്നത് ആണ്. കെ മീൻസ് അതിനൊരു കീ പ്ലേറ്റ് അങ്ങനെ യൂസ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് അതിന് കെ എന്നുള്ളത് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പലരും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. കെ എന്ന് പറയുമ്പോൾ അത് വേറെ എന്താണ് സംഭവങ്ങൾ, ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നത്. ബ്ലാക്കിന് കെ എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതൊക്കെ അത് അതിൻ്റെ ഒരു സ്റ്റാറ്റിക് കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ RGB എന്ന് പറയുന്ന കളറിൽ നമുക്ക് റെഡ്, ഗ്രീൻ, ബ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കെ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു കളർ ഇല്ലല്ലോ. ഓക്കെ, ഒരു കൺഫ്യൂഷൻ സാധാരണ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കീ പ്ലേറ്റ് ആണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. നമുക്ക് കളർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് പിന്നെയാണ് അതിന് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇവിടെ CMYK മീൻസ് നമുക്ക് അങ്ങനെ ഓഫ്സെറ്റിൽ നമുക്ക് സ്റ്റാൻഡ് മാത്രം നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് CMYK മോഡിലേക്ക് നമ്മൾ നമ്മുടെ ഫയലിനെ മാറ്റി കൊടുക്കേണ്ടി വരും. ഈ RGB മോഡിൽ നമ്മൾ കൊടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് അതിനെ എഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കാരണം ഫയലിൽ അത് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ അതിന് എഫക്റ്റ് ഒരു RGB മോഡിൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് മോട്ടറിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ തുടങ്ങിയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഇഷ്യൂസൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ് യു ആർ സെൻഡിങ് ടു പ്രിൻറ്റ് then you have to I recommend you to convert this file into CMYK mode. അത് ഒരു സാക്ഷ്യം എന്നുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് തന്നെ. നമുക്ക് കുറച്ച് ക്വാളിറ്റി പ്രിൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക്, കാരണം പ്രിൻ്റർക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രിൻറ്റിങ് മെഷീനിൽ ചിലപ്പോൾ കളറുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫയലിൻ്റെ എക്സാക്റ്റ് ഒരു വ്യൂ നോക്കിയതിന് ശേഷം ആ ഒരു കളർ തന്നെ നമുക്ക് പ്രിൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ CMYK മോഡിൽ കൊടുക്കണം. ഓക്കെ, ലാബ് കളർ സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ലാബിലേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് പറയുന്നത്. പക്ഷേ നമുക്കൊരു ആ ഒരു ഓപ്ഷൻസ് കുറവാണ്. ജസ്റ്റ് ഇതുമായി ബന്ധപ്പെടുത്തി നമ്മളത് മനസ്സിലാക്കിയിരിക്കും. എനിവേ നമ്മൾ മോസ്റ്റ് പോപ്പുലർ യൂസ് ചെയ്യുന്ന RGB ആൻഡ് ലാബ് കളർ CMYK മോഡ് കളേഴ്സാണ്. നമുക്കിപ്പോൾ അഡോബിൻ്റെ തന്നെ ഇൻഡിസൈനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് CMYK മോഡാണ് ഓട്ടോമാറ്റിക്കലി അത് വരുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൺവേർട്ട് ചെയ്ത് എടുത്താൽ മതിയെന്നേ ഉള്ളൂ. ഇത് നമുക്ക് മോഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെ അതിൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് കളർ ബിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതും കൂടെ വരുന്നുണ്ട്. 8 ബിറ്റ് ഓഫ് കളേഴ്സ്, അതേപോലെ തന്നെ 16 ബിറ്റ്സ് ഓഫ് കളേഴ്സ്, ദെൻ 32 ബിറ്റ്സ് ഓഫ് കളേഴ്സ്. അപ്പോൾ അത്രയും ഡെപ്തും അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും ആ ഒരു ഇമേജിൽ കൂടി വരും നമ്മളങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ സെയിം ടൈം അതിൻ്റെ ഫയൽ സൈസും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇവിടെയാണെന്ന് അർത്ഥം. നെക്സ്റ്റ് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിലെ അതിൻ്റെ ഇമേജുമായി ബന്ധപ്പെടുത്തി അതിനെ കൺവേർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൽ ഏതാനും കുറച്ച് കാര്യങ്ങൾ, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നുന്നില്ല എനിക്ക്. എനിവേ നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കതിൻ്റെ ബ്രൈറ്റ്നസ്സുമായി ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഈ ഇമേജിലെ അതിൻ്റെ ബ്രൈറ്റ്നസ്, ഇപ്പോൾ നമുക്ക് എടുത്ത ചിത്രത്തെ അതിൻ്റെ കോൺട്രാസ്റ്റുമായി ബന്ധപ്പെടുത്തിയില്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് റെഡി ആക്കി കൊടുക്കാൻ കഴിയും. ജസ്റ്റ് ഇതേപോലെ വാല്യൂ നമ്മൾ ഒന്നുകിൽ ഇവിടെ വാല്യൂ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ലെഫ്റ്റ് ടു റൈറ്റ് ജസ്റ്റ് കീബോർഡിലെ അപ്പ് ആൻഡ് ഡൗൺ ആരോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ വാല്യൂസ് കറക്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയും. ഇതേപോലെ ഒരു നൈറ്റ് എഫക്റ്റ് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് നോക്കും. ഇതേപോലെ നമുക്ക് കറക്റ്റ് ആ ഒരു എഫക്റ്റ് നമുക്ക് എവിടെ നിന്നാണ് അതിൻ്റെ ലൈറ്റിൻ്റെ ആ ഒരു ഡെപ്തൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അതിൽ തന്നെ വരുന്ന ഒരു ടൂളാണ് ലെവൽസ് എന്ന് പറയുന്നത്. ലെവൽസ് നമുക്കിതിൻ്റെ ഡിഫോൾട്ട് കളർ ലെവൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഡെപ്ത്തുള്ള, അതായത് ഷാഡോസ് വരുന്ന ആ ഒരു ഏരിയനെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്കതിന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് പിക്ക് ചെയ്തിട്ട്
നമുക്ക് ഒരു പർട്ടിക്കുലർ കളർ വരുന്ന ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഷാഡോസ് വരുന്ന അത്രയും ഏരിയയിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ലൈറ്റപ്പ് ചെയ്ത് വരുന്ന ഏരിയയിലേക്ക് വരുന്ന അതിൻ്റെ ഒരു ചേഞ്ചസ് നമുക്ക് ഇത്രത്തോളം ഇതേപോലെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇത് നമുക്ക് ആ ഒരു ഏരിയനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ലൈറ്റ് മോഡ് ടോട്ടൽ അതിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്ത് പർട്ടിക്കുലർലി നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത്. ജസ്റ്റ് ഞാനത് ക്യാൻസൽ ചെയ്യാണ്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെവൽസ് അതേപോലെ തന്നെ കർവ്സ് ഉണ്ട്. കർവ്സിൽ നമുക്ക് പർട്ടിക്കുലർ കളേഴ്സ് റെഡിൽ ഇപ്പോൾ ഒരുപാട് ഇതിലിപ്പോൾ നമുക്ക് ഒരു ബ്ലൂ കളേഴ്സാണ് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പോൾ ബ്ലൂവിൽ നമുക്ക് കുറച്ച് ആ ബ്ലൂ എന്നുള്ളത് നമുക്ക് മറ്റൊരു കളറിലേക്ക് നമുക്ക് കുറച്ച് ഒരു യെല്ലോയിഷ് കളറിലേക്ക് നമുക്കതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്ലൂ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആ ഒരു ടോട്ടൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു എഫക്റ്റായിട്ട് അതിന് എങ്ങനെ ഇതേപോലെ വന്നു എന്നർത്ഥം. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നമുക്കതിന് ഓപ്ഷൻസ് ഉണ്ട്. ദെൻ സെയിം നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്പോഷർ വാല്യൂ ആണ്. ഇപ്പോൾ എക്സ്പോഷർ സാധാരണ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. എക്സ്പോഷർ വാല്യൂസിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം നല്ല ഫോട്ടോ കിട്ടിയിട്ട് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല. വളരെ മോശം ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും ആ ഫോട്ടോനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ വരുന്ന സമയത്ത് എക്സ്പോഷർ കുറച്ചും കൂടെ ടോട്ടൽ ഒന്ന് കൂട്ടിയിടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഫ് സെറ്റിൽ നമുക്ക് അറേഞ്ച് വെച്ചിട്ട് ഗാമ കറക്ഷൻസൊക്കെ നമുക്ക് ഇതിൽ ക്യാമറയിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കുറച്ചും കൂടി ബിഗ് സ്ക്രീനിൽ നമുക്ക് നോക്കി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തെടുക്കാനും അതിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന വരുന്ന കളർ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്കത് സെലക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കളറിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ എക്സ്പോഷർ വാല്യൂസ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു കാണുന്ന കളേഴ്സിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ടോട്ടൽ നമുക്ക് ഇതേപോലെ കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നു അല്ലേ. ഇങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ കളേഴ്സിന് അതിൻ്റെ എക്സ്പോഷർ വാല്യൂസ് അതേപോലെ തന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.